മലത്തിലൂടെ രക്തം തുള്ളി തുള്ളിയായി പോവുക, അല്ലെങ്കിൽ മല പോകുമ്പോൾ ഭയങ്കര ശക്തമായിട്ടുള്ള വേദന, മല പോകുമ്പോൾ എന്തോ പുറത്തിറങ്ങി തടിച്ചിറങ്ങി വരുന്ന പോലെയുള്ളൊരു തോന്നൽ, ഇതൊക്കെയാണ് സാധാരണ പൈൽസിൻ്റെ ലക്ഷണങ്ങളായിട്ട് സാധാരണ പറയാറുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൈൽസും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പലപ്പോഴും ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ പൈൽസ് സുഖപ്പെടുത്താം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഹോം റെമഡി എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ, വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. പൈൽസ് അഥവാ ഹെമറോയിഡ് അഥവാ മൂലക്കുരു എന്നൊക്കെ നമ്മൾ പറയുന്ന പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടാവും. പല ആളുകളും അതിൻ്റെ വേദന കാരണം അല്ലെങ്കിൽ അതിൻ്റെ അസ്വസ്ഥത കാരണം പലപ്പോഴും മലം ഒന്ന് പോവാൻ, ടോയ്ലറ്റ് പോകാൻ പോലും പേടിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെ പല ആളുകളിലും ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇതൊക്കെ കൺഫ്യൂഷനായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടാവും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് പൈൽസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും പൈൽസ് എങ്ങനെ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റും, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മാർഗ്ഗങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന രക്തക്കുഴലുകളുടെ ഒരു വീക്കം ഒക്കെയാണ് സാധാരണ പൈൽസായിട്ട് പറയാറുള്ളത്. പിന്നെ ഫിഷർ എന്നും അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചില തടിപ്പുകൾ ചിലപ്പോൾ കട്ടിയായിട്ട്, സ്കിൻ കട്ടിയായിട്ട് പൊട്ടിപ്പോകുന്ന, വിണ്ടുപോകുന്ന രോഗാവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ആളുകൾക്കെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ ഈ പൈൽസുള്ള രോഗികളിൽ ഇൻറ്റേർണൽ ഹെമറോയിഡും ഉണ്ടാവും, എക്സ്റ്റേണൽ ഹെമറോയിഡും ഉണ്ടാവും. രണ്ട് തരം പൈൽസുകളാണ്. അതിൽ ഇൻറ്റേർണൽ ഹെമറോയിഡ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ ഉൾവശത്തായിട്ട് ഇൻറ്റേർണലി ഉൾഭാഗത്തായിട്ടുണ്ടാകുന്ന ചെറിയ മുന്തിരിക്കോല പോലെയുള്ള തടിപ്പുകളോ അത് പുറത്തേക്കൊന്നും കാണാനോ സാധിക്കുകയില്ല. എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള മലദ്വാരത്തിന് ചുറ്റുമായിട്ട് തടിപ്പ് പുറത്തേക്ക് തള്ളി വരികയും ചെറിയ ചെറിയ കുരുകുരു പോലെ തടിപ്പായിട്ട് മലം പോകുമ്പോൾ പുറത്തിറങ്ങി വരും. ചിലപ്പോൾ മലം പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകും, അല്ലെങ്കിൽ പൂർണ്ണ സമയത്തും അത് പുറത്ത് തള്ളി നിൽക്കുന്ന രോഗാവസ്ഥയൊക്കെ പൈൽസിൻ്റെ രോഗലക്ഷണം എക്സ്റ്റേണൽ പൈൽസായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നീട് നമുക്ക് ഈ പൈൽസ് സാധാരണ രോഗലക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ്. വേദന ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിർബന്ധമില്ല. ചിലപ്പോൾ ഇൻറ്റേർണൽ ഹെമറോയിഡ്സിലൊക്കെ ചെറിയ തുള്ളി തുള്ളിയായിട്ട് രക്തം പോകുന്നത് കാണാറേ ഉള്ളൂ. ചിലപ്പോൾ വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പുറത്ത് തടിച്ച് ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും എക്സ്റ്റേണൽ ഹെമറോയിഡിനാണ് കൂടുതലായിട്ട് വേദന അനുഭവപ്പെടാറുള്ളത്. ചില ആളുകൾ ചെറിയ തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് മാത്രം പോകും, വേദനയൊന്നും ഇല്ലെങ്കിലും അത് ഇൻറ്റേർണൽ ഹെമറോയിഡ് ആയിരിക്കും അത്തരം ആളുകളിൽ എന്നുള്ളത് അവർ മനസ്സിലാക്കുക. പിന്നെ ഫിഷറുള്ള രോഗാവസ്ഥയിലാണ് മലം പോയി കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് വേദന, മണിക്കൂറുകളോളോ അല്ലെങ്കിൽ രാവിലെ മലം പോയി കഴിഞ്ഞ് വൈകിട്ട് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വേദനയാണെങ്കിൽ അത് ഫിഷർ ആവാനാണ് സാധ്യത. അപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഇത് പൈൽസാണോ, ഫിഷറാണോ, അതോ മറ്റു വല്ല അസുഖങ്ങളാണോ, അതോ മലദ്വാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിലോ അല്ലെങ്കിൽ കുളലിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഇതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ തന്നെ പലപ്പോഴും നമ്മുടെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ്, നമ്മുടെ വ്യായാമക്കുറവ്, നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് എന്ന് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒട്ടനവധി ആളുകൾ ഈ പ്രശ്നങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളെ കൊണ്ടും പൈൽസ് അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒന്നാണ് കുറേ സമയം നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുക എന്നുള്ളത്. ലോങ് ടൈം നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് മൂലം ആ പൈൽസ് ഇറങ്ങി വരാനുള്ള സാഹചര്യം കൂടാനും അതിൻ്റെ ബുദ്ധിമുട്ട് കൂടാനും സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇത് വീഡിയോ കേൾക്കുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കുറേ സമയം ടോയ്ലറ്റിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളത്. പല ആളുകളുടെ ഒരു ശീലമാണെന്ന് മൊബൈൽ ഫോണൊക്കെ കൊണ്ട് നമ്മൾ പല റീൽസൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് സമയം ടോയ്ലറ്റിലിരിക്കും. ഇത് വളരെയധികം അപകടം ചെയ്യും എന്നുള്ളത് പല ആളുകളും തിരിച്ചറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ശീലം എന്നതോടു കൂടി അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പൈൽസ് ഇല്ലെങ്കിൽ പോലും വരും ഭാവിയിൽ അവർക്ക് പൈൽസ് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതും അവർ ചിന്തിക്കുക. പിന്നീട് നമ്മൾ യൂറോപ്യൻ ടോയ്ലറ്റാണ് ഇന്ന് പല ആളുകളും ഉപയോഗിക്കുന്നത്. യൂറോപ്യൻ ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ അനുസരിച്ചിട്ട് നമുക്ക് പലപ്പോഴും മലം ശരിക്കും ഇറങ്ങി വരാൻ സാഹചര്യം കുറവാണ്. അപ്പോൾ അത്തരം ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കാലൊന്ന് കുറച്ച് പൊക്കി വെച്ചിട്ട് അടിയിലൊരു പലകയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊക്കി വെക്കുക, അല്ലെങ്കിൽ കാലൊന്ന് പൊക്കി വെച്ചിട്ട് നമ്മൾ മലം പോകുമ്പോൾ കുറച്ചുകൂടി മലശോധന കൃത്യമാവാനും, ഇന്ത്യൻ ടോയ്ലറ്റിലാണ് ശരിക്കും ഏറ്റവും നന്നായിട്ട് മലശോധന കിട്ടാനും നമുക്ക് കൃത്യമായിട്ട് പ്രയാസമില്ലാതെ മലം പോകാനും സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഈ യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കാലൊന്ന് പൊക്കിയിട്ട് വെക്കുന്നതും നല്ലതായിരിക്കും.
പിന്നീട് നമ്മുടെ ഭക്ഷണത്തിലെ ശീലങ്ങൾ തന്നെയാണ് ഫൈബറിൻ്റെ കുറവ്. നമ്മുടെ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു നാരുകളാണ്. നമ്മുടെ നമ്മുടെ കോളനിൽ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിലൊക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ഒരു ചൂല് പോലെ അടിച്ചടിച്ച് മലാശയത്തിലേക്ക് എത്തിക്കുന്നത് ഇത്തരം ഫൈബറുകളാണ്. ഈ ഫൈബറുകളില്ലാതെ വെറും പ്രോട്ടീൻ മാത്രം അല്ലെങ്കിൽ കൊഴുപ്പ് മാത്രം കഴിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മലബന്ധം ഉണ്ടാകാനും ഈ മലബന്ധം പിന്നീട് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാനും സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം നമ്മൾ കഴിക്കണം. പിന്നെ ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ പലപ്പോഴും ജ്യൂസായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ ജ്യൂസ് അരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കഴിക്കാറുള്ളത്. ഈ ജ്യൂസ് അരിച്ച് കഴിക്കുമ്പോഴും ഫൈബറിൻ്റെ അളവ് കുറയും. അതും പൊതുവേ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനും മലബന്ധം ഉണ്ടാക്കാനും സാഹചര്യം ഉണ്ടാകാറുണ്ട്. പിന്നെ ചില ആളുകൾ ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കാറുള്ളൂ, ഇലക്കറികളൊക്കെ കഴിക്കാറുള്ളൂ, എന്നിട്ട് എനിക്ക് പൈൽസ് ഉണ്ടെന്നുള്ളത് പറയാറുണ്ട്. നമ്മുടെ മലത്തിൽ കട്ടി കൂടാൽ ചെറിയ അളവിൽ ചിലപ്പോൾ ഫാറ്റിൻ്റെ ആവശ്യം നമുക്കുണ്ടാവും. പലപ്പോഴും ഫാറ്റിൻ്റെ അളവിൻ്റെ കുറവും മലബന്ധം കൂട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളും ഒരു മോഡറേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഒക്കെ ഒരു മിക്സഡ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമമാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒന്ന് കൂടുതലും ഒന്ന് കുറവൊന്ന് വരുമ്പോൾ ഇതിനൊക്കെ അസന്തുലിതാവസ്ഥ, ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നീട് നമ്മൾ കുറേ സമയം ലോങ് ടൈം നമ്മുടെ ഈ സീറ്റുകൾ, കസേരകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന ആളുകൾ, ഡ്രൈവേഴ്സിനൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത്തരം രോഗാവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ കുറേ സമയം നമ്മൾ ഇത്തരം അവരുടെ കുഷ്യൻ, അവരുടെ സീറ്റിലൊക്കെ റെക്സിൽ പോലത്തെ ഒക്കെ ചൂടടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സൊക്കെ സ്റ്റാൻഡിലൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് അവരവിടെ ഇരിക്കുമ്പോൾ അത് പലപ്പോഴും ആ ടാക്സി സ്റ്റാൻഡിൽ കിടന്നിട്ട് ചൂടായിട്ടുണ്ടാവും സീറ്റൊക്കെ, അതിലായിരിക്കും അവർ പോയിരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരെ യാത്രയുണ്ടാവും. ഇതൊക്കെ പലപ്പോഴും അവരുടെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരം നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇത്തരം അവരുടെ കുഷ്യൻ്റെ, അവരുടെ റെക്സിൻ്റെ മുകളിൽ നല്ല കോട്ടൻ്റെ ഒരു വിരി എന്തെങ്കിലും അവർ ഇരിക്കുന്നതിന് മുമ്പ് അധികം ചൂടാവാത്ത രീതിയിൽ അത് ഇട്ടുകൊണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പൈൽസുള്ള ആളുകൾക്ക് എത്ര മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ അത് സുഖപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ആ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത് മാറാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാരണങ്ങൾ മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറേ മരുന്ന് കഴിച്ചുകൊണ്ടോ സർജറി ചെയ്തുകൊണ്ടോ ഫലം ഉണ്ടാവില്ല. സർജറി ചെയ്ത ആളുകൾക്കെല്ലാം വീണ്ടും വീണ്ടും വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് ധാരാളം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, അതുപോലെ മോര്, തൈര് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മീറ്റ്, കോൺസ്റ്റിപ്പേഷൻ വരുന്ന, മലബന്ധം വരുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള റെഡ് മീറ്റുകൾ, അതുപോലെ ഫിഷൊക്കെ ഫ്രൈഡായിട്ട് ഫിഷൊക്കെ ഉപയോഗിക്കുന്നത്, അതുപോലെ പല ആളുകളും കോഴിമുട്ട ഇതിന് വളരെയധികം പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും പല ആളുകളുടെ ഒരു വിദ്യാധാരണയാണ് താറാവ് മുട്ട കഴിച്ചാൽ ഇത് മാറും എന്നുള്ളത്. എന്നിട്ട് റിപ്പീറ്റഡായിട്ട് താറാവ് മുട്ട കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടാനേ സാഹചര്യം എടുക്കുള്ളൂ. കോഴിമുട്ട കഴിക്കുന്ന അത്ര ബുദ്ധിമുട്ട് താറാമുട്ട ഇല്ലെങ്കിലും, പക്ഷേ താറാമുട്ട റിപ്പീറ്റഡായിട്ട് കഴിക്കുമ്പോൾ അതൊരു മരുന്നാണെന്ന് ഉപയോഗിച്ചിട്ട് കഴിക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് താറാമുട്ടയും അമിതമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ നേന്ത്രപ്പഴം ചില ആളുകളുടെ ബുദ്ധിമുട്ട് കാണിക്കുന്നത് കാണാറുണ്ട്. അത് മലബന്ധം കൂടുതലാക്കാറുണ്ട്. പിന്നെ നേന്ത്രപ്പഴം പച്ചക്കൊക്കെ അല്ലെങ്കിൽ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമൊക്കെ കഴിക്കുമ്പോൾ മലബന്ധം വരുന്നതൊക്കെ കാണാറുണ്ട്. പിന്നെ കോഴിമുട്ട, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂട്ടുന്നത് കാണാറുണ്ട്. എണ്ണയിട്ട കറികൾ, എണ്ണക്കടികൾ, പുറത്തുനിന്ന് സ്ഥിരമായിട്ട് എണ്ണക്കടികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ മോര്, തൈര്, അതുപോലെ ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എപ്പോഴും മലശോധന കൃത്യമാക്കാൻ വേണ്ടിയിട്ടും മലം ടൈറ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പൈൽസ് രോഗികൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ കുറേ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി സമയമൊക്കെ വേണമെങ്കിൽ ഒന്ന് ക്രമീകരിക്കാനും, അത്തരം ഇടയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ഇടയ്ക്കൊന്ന് ഇരുന്നിട്ട് ഒന്ന് ജോലി ചെയ്യാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവർക്ക് പൈൽസിനോടൊപ്പം തന്നെ വെരിക്കോസിൽ പോലെയുള്ള രോഗാവസ്ഥയൊക്കെ ഇപ്പോൾ ഹോട്ടലിലൊക്കെ കുറേ നിന്ന് ജോലി ചെയ്യുന്നത്, കുറേ സമയം നിന്ന് യാത്ര ചെയ്യുന്ന നമ്മുടെ കണ്ടക്ടർമാരെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇത്തരം രോഗാവസ്ഥകൾ കൂടുതൽ കാണാറുണ്ട്. അപ്പം അത്തരം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുത്താൻ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് പൈൽസ് നമുക്ക് ഓപ്പറേഷൻ കൂടാതെ നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പലപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ്. ഇതിൻ്റെ വേദനകൾ കുറക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള വേദനകൾ, മലം പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഫിഷറും പൈൽസിനൊക്കെ ഒരുപോലെ വേദനകൾ വരാം. അപ്പോൾ ഈ വേദന വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ അലോവേരയുടെ ജെല്ല് ഒരു തുണിയിലൊക്കെ ആക്കിയിട്ട് പുറം ഭാഗത്തേക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സിറ്റ് ബാത്ത് ചെയ്യാൻ പറ്റും. കുറച്ച് വെള്ളം ചുടുവെള്ളത്തിൽ
നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് കുറച്ച് സമയം ചമ്മരമടിയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിലും ആ വേദന കുറയുന്നത് കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കൂടി കുറഞ്ഞാലും പൊതുവേ ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻസ് മലബന്ധം ഉണ്ടാവും. ഈ കോൺസ്റ്റിപ്പേഷൻസും പൈൽസിലേക്കും ഹെമറോയിഡ്സിലേക്കും ഫിഷറിലേക്കൊക്കെ വഴിവെക്കും എന്നുള്ളതാണ്. പിന്നീട് സാധാരണ കണ്ടുവരുന്നതാണ് സ്ത്രീകളിൽ ഈ പ്രസവാനന്തരം നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ, കൊഴുപ്പുള്ളതും മെഴുക്ക് നിറഞ്ഞതുമായിട്ടുള്ളതും ഒക്കെ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് പ്രസവാനന്തരം. അത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻസും അതുപോലെ മലബന്ധവും അതുപോലെ ഫിഷറും പൈൽസും ഒക്കെ കൂടുതലായി കാണാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവരത്ര കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സാധാരണ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ വയറിലുണ്ടാകുന്ന പ്രഷർ കാരണം നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടാൻ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളും പെട്ടെന്ന് ലളിതമായിട്ട് ദഹിക്കുന്ന ഭക്ഷണങ്ങളും മലബന്ധം വരാത്ത ഭക്ഷണങ്ങൾ ശീലമാക്കുക എന്നുള്ളതും പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത്തരം പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം ഹോം റെമഡികൾ നമ്മൾ ഉപയോഗിക്കുക. പിന്നീട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിൽ ഹോമിയോപ്പതി ചികിത്സയിൽ പൈൽസിൻ്റെ കട്ടിയുള്ള മുഴകളെ കട്ടിപ്പിനെ കുറക്കാനും അതുപോലെ പൈൽസിൻ്റെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ പൈൽസുമായി ബന്ധപ്പെട്ട വേദനകൾ, നടുവേദനകൾ, ചില ആളുകളിലും നടുവേദനകളുണ്ടാവും, ചില ആളുകളിൽ ചെറിയ ചെറിയ തടിപ്പുകളുണ്ടാവും, ചിലപ്പോൾ ചെറിയ മുന്തിരിക്കോല് പോലെ കുറേ കുറേ തടിപ്പുകളായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ഒരു പിങ്ക് കളറായിട്ട് റോസ് കളറായിട്ടൊക്കെ തടിപ്പ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഉള്ളിലേക്ക് പോകാതെ ഇരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് നമുക്കിതിനെ പരിഹരിക്കാനും ഒരു സർജറി കൂടാതെ തന്നെ പല സാഹചര്യത്തിലും നമുക്കിതിനെ ഓവർകം ചെയ്യാനും പറ്റാറുണ്ട്. സർജറി കഴിഞ്ഞ് വീണ്ടും വീണ്ടും വരുന്ന ആളുകൾക്കും ആ റിക്കറൻസ് കുറക്കാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാനും ഒക്കെ ഹോമിയോപ്പതി ചികിത്സ ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്, ഇത്തരം പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളൊന്ന് പങ്കുവെക്കുക. പൈൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.